തളികയുമേന്തി നീ ഏകയായ അരികിൽ വരുമ്പോൾ, ദേവി വരുമ്പോൾ നിന്നെ കരവലയത്തിലൊതുക്കുവാൻ ഒന്നു ചുംബിക്കുവാൻ. ഈ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഡോക്ടർമാരുടെ ജോലിയും കുറയും, നിങ്ങൾ രോഗികളുടെ ചിലവും കുറയും. എന്താണ് കഴിക്കേണ്ടത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും നല്ല ഡയറ്റ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ മെഡിറ്ററേനിയൻ ഡയറ്റാണ്. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടാവുന്ന 5 കമ്പോണൻസ് ചേരുന്നതാണ് മെഡിറ്ററേനിയൻ ഡയറ്റ്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ, അതായത് ലോ കാർബ് ഹൈ ക്വാളിറ്റി ലീൻ പ്രോട്ടീൻ. അതെന്താ? മീൻ കഴിക്കുക, ചിക്കൻ കഴിക്കുക, എത്ര കഴിക്കാവോ അത്രയും കഴിക്കുക. പക്ഷേ അതിൻ്റെ പ്രിപ്പറേഷൻ വളരെ ശ്രദ്ധിച്ചു വേണം. ഒരുപാട് മസാല, ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തത് ഒരിക്കലും ഉണ്ടാക്കാതിരിക്കുക. കറി വെച്ചോ വറുത്തോ കഴിക്കാം, പക്ഷേ ഒരു മോഡറേഷനിൽ കഴിക്കുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് പോൾട്രിയും ഡയറിയുമാണ്. മുട്ട നിങ്ങൾക്ക് കഴിക്കാം, മുട്ട ആർക്ക് വേണമെങ്കിൽ കഴിക്കാം. ഐ റിപ്പീറ്റ്, മുട്ട ഏത് അസുഖമുള്ളവർക്കും കഴിക്കാം, പക്ഷേ ഓരോരുത്തർക്കും അതിൻ്റെ ഏതൊക്കെ പാർട്ട് കഴിക്കാൻ പറ്റുമെന്നുള്ളതിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഐഡിയലി നോർമലായ ഒരാൾക്ക് അല്ലെങ്കിൽ ചെറിയ ഷുഗറോ പ്രഷറോ ഉള്ള ആളാണെങ്കിൽ പോലും 1 മുതൽ 2 മുട്ട, ഹോൾ മുട്ട എല്ലാ ദിവസവും കഴിക്കാൻ ഒരു കുഴപ്പവും ഇല്ല. പിന്നെ പാലിൻ്റെ കാര്യത്തിൽ പാലിനൊരു മിതത്വം പാലിക്കുക. ഒരുപാട് പാൽ ചായ, പാൽ കാപ്പി അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഹോൾ ഗ്രെയിൻസ് കഴിക്കുക. അതായത് നിങ്ങൾക്ക് ചോറ് കഴിക്കണോ കഴിക്കാം, ഗോതമ്പ് കഴിക്കണോ കഴിക്കാം, പക്ഷേ മൈദ കഴിക്കരുത്. അമ്മയില്ലേ? ഇല്ല. അച്ഛനോ? അച്ഛനും ഇല്ല. കഷ്ടമായി പോയി. എന്താ? ഒരു ഗ്ലാസ് വെള്ളം വേണമായിരുന്നു. വെള്ളത്തിനാണോ അച്ഛനെയും അമ്മയും അന്വേഷിച്ചത്? അത് അല്ല, കാർത്തിക തനിച്ചുള്ളപ്പോ ഞാൻ തനിച്ചു വന്ന് വെള്ളം ചോദിക്കാന്ന് വെച്ചാ. മാഷിന് ഈയിടായിട്ട് വെള്ളദാഹം കുറച്ച് കൂടുതലാ. എന്താ കാരണം? അങ്ങനെയാണോ? അത് ഇവിടുത്തെ ക്ലൈമറ്റിന്റെ കുഴപ്പമായിരിക്കും. അമ്മയില്ലേ? ഇല്ല. അച്ഛനോ? അച്ഛനും ഇല്ല. കഷ്ടമായി പോയി. മാറിലെ മദനഗരാ